പറഞ്ഞിട്ട് നല്ല ഞാൻ തന്നെ ചെയ്യാം. അമ്മ എന്റെ ദോശ എവിടെ? ഏത് ദോശ? അമ്മ എനിക്ക് നേരത്തെ തന്നില്ലായിരുന്നോ? ആ അത് തുമ്പി എടുത്ത് കഴിക്കുന്ന കണ്ട്. എന്റെ ദോശ അവളെന്തിനാ കഴിച്ചേ? നീ വേണ്ടാന്ന് പറഞ്ഞു പോയല്ലേ, അപ്പൊ അവക്ക് വിശന്നപ്പോ അവള് കഴിച്ച്. അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്. നന്നായി പോയി. അമ്മേ, ആ കളി കഴിഞ്ഞെത്തിയോ? അവനേടെ? വരുന്നുണ്ട്. അമ്മ ഞാനെന്തെങ്കിലും സഹായിക്കണോ? എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. എന്തല്ല അമ്മേ, കാര്യം പറ. അത് പിന്നെ അമ്മ എനിക്ക് സൈക്കിൾ വാങ്ങി തരോ? അമ്മ എന്തൊന്നും മിണ്ടാത്തേ? എടി പൊട്ടി, നിനക്ക് മനസ്സിലായില്ലേ വാങ്ങി തരില്ലാന്ന്? ഞാൻ ഇനി ചേച്ചിനോടല്ലേ ചോദിച്ചേ? അമ്മ അമ്മ പ്ലീസ് അമ്മ, തുമ്പി ഒന്ന് മാറിക്ക്, എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അമ്മ പ്ലീസ് അമ്മ. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛനോട് പറ. അമ്മ അച്ഛനെ വിളിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുവരാൻ പറ. ഞാൻ പറഞ്ഞു നോക്കാം. താങ്ക് യു അമ്മ, ലവ് യു. മതി മതി, എനിക്ക് വേണം സൈക്കിള്. ചേച്ചിക്ക് എന്തിനാ സൈക്കിൾ തലയിൽ വെച്ച് നടക്കാനോ? ഈ സൈക്കിൾ തലയിൽ വെച്ചാ നടക്കല്? ചേച്ചിക്ക് ഇനി സൈക്കിൾ ഓടിക്കാൻ അറിയോ? പിന്നെ നിനക്ക് മാത്രമേ കൈയുള്ളൂ എന്നാ ഈ വിചാരിച്ചിക്കണേ? രണ്ടാക്കൂടി ഒരു സൈക്കിൾ വാങ്ങാൻ അച്ഛനോട് ഞാൻ പറയാം. നീ രണ്ടാള് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. രണ്ടാക്കൂടി ഒരു സൈക്കിളോ? എന്റെ സൈക്കിൾ ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാൻ അച്ഛനോട് പറയണ്ടല്ലേ വാങ്ങാന്? എന്താ അമ്മേ, പിന്നല്ലാതെ എനിക്ക് മാത്രം മതി? ചേച്ചിക്ക് സൈക്കിൾ ഓടിക്കാനൊന്നും അറിയൂല. അത് ഈ അടി തീരുമാനിക്കല്? രണ്ടാളോട് പറയാ, രണ്ടാക്കൂടി ഒരു സൈക്കിളേ വാങ്ങുള്ളൂ. ഇനി അത് പറഞ്ഞ് വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കണ്ട, കേട്ടല്ലോ? കേട്ടോന്ന്? കേട്ടു. അമ്മേ അമ്മേ, ഞാൻ കഴിഞ്ഞു. ഒരു ഗ്ലാസ് ബൂസ്റ്റ്. ബൂസ്റ്റ് ഈ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ അവിടെ? ആ എന്തെങ്കിലും ഒരു വെള്ളം താ അമ്മേ. ചേച്ചി വിളിച്ചിട്ടാണ് കുറച്ച് സ്ഥലത്ത് വന്നായിരിക്കാന്. നീ രണ്ടാളായി വന്ന് വീഴാൻ നിൽക്കണ്ടേ? അമ്മേ വിശക്കുണ്ട്, എന്താ കഴിക്കാറില്ലേ? നീ കുറച്ചു മുമ്പല്ലേ ദോശ കഴിച്ചു പോയേ? എന്റെ ദോശ എടേ? ചേച്ചിന്റെ ദോശയോ? അതെ, എനിക്ക് അമ്മ എടുത്ത് വെച്ച് ദോശ എടേന്ന്. അത് ചേച്ചിയല്ല വേണ്ടാന്ന് പറഞ്ഞു പോയത്. അപ്പൊ പിന്നെ ഞാൻ കഴിച്ചു. വെരി ഗുഡ്. നിന്നോട് ആരാ എന്റെ ദോശ കഴിക്കാൻ പറഞ്ഞേ? എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചു. പിന്നെ എന്നോട് അമ്മ പറഞ്ഞു കഴിക്കാന്. അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്. ന്യൂഡിൽസ് ഇരിപ്പില്ലേ? ന്യൂഡിൽസോ? ആ അത് ഇന്നലെ അച്ഛൻ കൊണ്ടുവന്നതാ, ഞാൻ പറയാൻ മറന്നു. അച്ഛൻ വന്നപ്പോഴേക്കും നിങ്ങൾ ഉറങ്ങില്ലേ? ആരോ ന്യൂഡിൽസ് ഉണ്ടാക്കിക്കോ. ശരി അമ്മേ. എന്നാ പാന്. ചേച്ചി ഞങ്ങൾക്ക് തരൂലേ? നിനക്ക് മാത്രം തരാം. എന്നാ അത് പിടിക്ക്. ന്യൂഡിൽസ് റെഡി. വാ നമുക്ക് കഴിക്കാം. തുമ്പി കുറച്ച് നീങ്ങിരുന്നാ. നമുക്ക് ന്യൂഡിൽസ് കഴിക്കല്ലോ. ചേച്ചി ഒന്ന് വേഗം. ഓ തിരക്ക് കൂട്ടാതെ ചെക്കതാ വരുന്നേ. ഇതാർക്കാ ചേച്ചി 3 പ്ലേറ്റ്? പിന്നെ നമ്മള് 3 പേരില്ലേ? അപ്പൊ എനിക്ക് തരുമോ? പിന്നല്ലാതെ. താങ്ക് യു ചേച്ചി, ലവ് യു. മാനത്തെ ചെമ്പകം പൂത്തില്ലേ, മാമഴപ്രാവ് പറന്നില്ലേ, വെള്ളരി കിണ്ണത്തിൽ എന്തുണ്ട്, പുള്ളി പശുവിന്റെ പാലുണ്ട്, പുസ്തകത്താളിൽ ഒളിച്ച കിനാവിന് പത്തര മാറ്റുണ്ട്. മിന്നാ മിന്നി ഇത്തിരി പൊന്നി, മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാം തുമ്പി കാഞ്ചന തുമ്പി, കാതിൽ കേട്ടത് പാട്ടല്ല. അമ്മേ. എന്താ? ഒന്നുമില്ല. അമ്മ മീൻ മുറിക്കാണോ? എനിക്ക് കണ്ടിട്ട് ഇപ്പൊ എന്താ തോന്നുന്നേ? അമ്മ ഇപ്പൊ മീൻ മുറിക്കല്ലേ, പിന്നെന്താ കണ്ടിട്ട് തോന്നാന്? ആണല്ലോ, പിന്നെന്തിനാ ചോദിക്കാൻ നിക്കുന്നേ? അത് ഞാൻ വെറുതെ രസത്തിന് ചോദിച്ചാ. നീ എന്ത് പണിയാടി കാണിച്ചേ? ഞങ്ങൾ എത്ര നേരമായി അവിടെ കാത്തിക്കുന്നേ? അത് പിന്നെ കളിക്കാനൊരു മൂഡ് കിട്ടുന്നില്ല. എന്നാ എനിക്ക് നേരത്തെ പറഞ്ഞുവിടനോ? നീ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യലേനോ? അപ്പൊ എനിക്ക് മൂടുണ്ടായിനി, പക്ഷെ ഇപ്പൊ മൂടില്ല. അല്ല അമ്മ ഇന്ന് മീനാണോ കൂട്ടാന്? അതെ. അമ്മ ഞാൻ മീൻ മുറിക്കട്ടെ? വേണ്ട വേണ്ട, മോക്ക് കയ്യണ പണി മോള് ചെയ്താൽ മതി. കയ്യണ പണി ചേച്ചിക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഓ പിന്നെ ഈ ഇവിടെ മല മറക്കിയലാണല്ലോ. ഞാൻ ചേച്ചിക്ക് കയ്യണ പണിയാ പറഞ്ഞേ. പിന്നെ രണ്ടാളോണ്ട് ഒരു കാര്യം പറയാ, ഇവിടെ കിടന്ന് വായിക്കുണ്ടാക്കി അടിനെടുക്കട്ടെ. അമ്മ എനിക്ക് മീൻ മുറിക്കാൻ തരി. എന്താ പെണ്ണ എന്നോടല്ലേ ഞാൻ പറഞ്ഞത് മുറിക്കാൻ കഴിയൂലാന്ന്? എനിക്ക് കയ്യ. അമ്മ ഒന്ന് എണീക്ക്. തുമ്പി വെറുതെ വേണ്ടാത്ത പണിക്ക് കണ്ടേ. ഒന്ന് എണീക്ക് അമ്മേ. ഞാൻ കാണിച്ചുതരാം എങ്ങനെ മീൻ മുറിക്കലേന്ന്. ആദ്യം നമുക്ക് ഇതിമേ ഇരിക്കാം, ശേഷം നമുക്ക് കത്തി എടുക്കാം, പിന്നെ ഒരു മീൻ എടുക്കാം. അയ്യേ ഇതിനെന്തോ സ്മെല്ല്. അമ്മ തന്നെ മുറിച്ചോ? വേഗം മുറിച്ചോട്, പൂതി തീരട്ടെ. ഇല്ല അമ്മ, എനിക്ക് പൂതിയൊന്നുമില്ല. അത് സാറില്ല, വേഗം മുറിച്ചോട്. അമ്മ ഞാൻ ഇപ്പൊ വരാം. നീ എങ്ങോട്ടാടി മുങ്ങുന്നേ? ഇപ്പൊ വന്നത് തന്നെ. പാറു അമ്മ എനിക്ക് പഠിക്കാണ്ട്. ഒക്കെ കണക്കാ. അമ്മ ഞാനെന്തെങ്കിലും ചെയ്യണോ? വേണ്ടേ, നിങ്ങളൊക്കെ ചെയ്താലുണ്ടല്ലോ രണ്ടാമത് എനിക്ക് പണിയിക്കാരോ. എന്റെ ടൈമും വെറുതെ പോയി. അവൾ ഇനി മീൻ മുറിക്കാനേ ഇറങ്ങിട്ട് വരട്ടെ. A few moments later. അമ്മ ചോറ്. എത്ര ടൈം ആയടാ ഞാൻ വിളിക്കുന്നേ? ഞങ്ങൾ കളിക്കാൻ പോയിനി. എടാ പാറു എടേ? ചേച്ചി ടിവി ആണ്. 24 മണിക്കൂർ അതിന്റെ മുന്നിൽ തന്നെ നിൽക്കാറോള്. അമ്മ വിശക്കുന്നുണ്ട്. ചോറ് ടേബിളിൽ കൊണ്ടുവച്ചിനെ. അമ്മ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നേ. ഞാൻ ചോറ് എന്നിട്ട് എടുത്തോണ്ടാ. പാറുവിനെ വിളിച്ചൂടി. ചേച്ചി ചേച്ചി ഭക്ഷണം വേണമെങ്കിൽ വന്നോ? ചേച്ചി ഭക്ഷണം ഒന്നും കേട്ടപ്പോ വേഗം എത്തിയല്ലോ. എന്താണ് ഇവിടെ ഇരിക്കുന്നേ? ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നേ. ഞാനും ഇവിടെ ഇരിക്കുക. അമ്മേ. എന്താ അമ്മ അവന് മാത്രം വലിയ മീനി? അതിന് ചേച്ചിക്കെന്താ?
ചേച്ചിക്ക് മീൻ വേണോ? വേണ്ടടാ, ഈ കഴിച്ചോ. അമ്മ എല്ലാവർക്കും ഒരുപോലെ തന്നെ. ഹായ്, നല്ല രസമുള്ള ബുക്ക്. ഹായ്, കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ. ചേച്ചി, നമുക്ക് ഈ ഫോട്ടോസ് ഒക്കെ വെട്ടിയെടുത്താലോ? എന്നിട്ട് നമ്മളെ ബുക്കിൽ ഒട്ടിക്കുക. എന്നാ ചേച്ചി പോയി കത്രിക എടുത്തോ വാ. നീ എടുത്തു വാ. എന്ത് ചേച്ചി, ചേച്ചി എടുത്തു വാ. ഞാൻ എന്നെ എടുക്കണം, എത്ര നിർബന്ധം എന്താ? ചേച്ചി വേഗം ഒന്ന് എടുത്തു വാ. വേണമെങ്കിൽ പോയി എടുത്തോ, ഞാൻ എടുത്തു വരാം. ഇവിടെ എടാ വച്ചീനിലപ്പോ കാണുന്നില്ലല്ലോ, അതും കൊണ്ട് കളഞ്ഞോ? കിട്ടിപ്പോയേ. ചേച്ചി, കത്രിക റെഡി. കത്രിക കൊണ്ട് ഞാൻ കട്ട് ചെയ്യാം. അയ്യടെ മനമേ, ഞാനല്ലേ ഫസ്റ്റ് എടുത്തേ. അതിനെന്താ? അപ്പൊ ആദ്യം ഞാൻ കട്ട് ചെയ്യും. അയ്യടാ, അപ്പൊ തന്നെ. ചേച്ചി മര്യാദക്കിന്റെ ബുക്ക് തന്നോ. അതെന്റെ ബുക്കൊന്നുമല്ലല്ലോ, ഞാനല്ല ഐഡി പറഞ്ഞേ. വേഗം തന്നോ. ഞാൻ തരില്ലാന്ന് പറഞ്ഞ തരില്ല. അത്രക്കായോ? തരൂലെന്ന് പറഞ്ഞ തരൂല. ചേച്ചി ബുക്ക് കീറുവേ, കീറിക്കട്ടെ, എന്നാലും എനിക്ക് ഞാൻ തരില്ല. ചേച്ചി വിടാനാ പറഞ്ഞേ. ഇല്ല ഇല്ല ഇല്ല. എന്താടാ ചേച്ചി, ചേച്ചി എന്റെ കൈമേലെ നുള്ളി. എന്താ തുമ്പി ഈ കാണിച്ചേ? അത് പിന്നെ അവൻ എനിക്ക് കത്രിക തരായിട്ടല്ലേ. കത്രിക തന്നില്ല ചേച്ചി, കാട്ടില്ല. അവന് ഈ ബുക്ക് വേണം, ഞാൻ കൊടുക്കൂല. ഇത് എന്റെ ബുക്കല്ലേ, ഇതെന്തിനാ നിങ്ങക്ക്? അത് പിന്നെ ചേച്ചി, ഞങ്ങളിങ്ങനെ ചിത്രത്തെ നോക്കായിരുന്നു. സത്യം പറഞ്ഞോ, പിന്നെ എന്തിനാ നിങ്ങക്ക് കത്രിക? വേഗം പറഞ്ഞോളൂ, അല്ലെങ്കിൽ അപ്പ അമ്മനെ വിളിക്കും. അത് പിന്നെ ചേച്ചി, അവനാ പറഞ്ഞേ. എന്ത്? അവൻ പറഞ്ഞ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ വെട്ടിയെടുത്ത് ബുക്കിലൊട്ടിക്കാന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. ചേച്ചിയല്ലേ ബുക്കിലൊട്ടിക്കുന്ന കാര്യം പറഞ്ഞേ? ഇല്ല, വെട്ടിയെടുക്കുന്ന കാര്യം പറഞ്ഞേ. മിണ്ടി പോരുത് രണ്ടു. എന്റെ ബുക്ക് എടുത്ത് കളിക്കാനില്ലേ ഇതുവരെ? ഞാൻ വന്നത് നന്നായി. തുമ്പി ആ ബുക്ക് ഇങ്ങോട്ട് തന്നാ? ഇല്ല, ഞാൻ തരൂല. തുമ്പി നിന്നോട് മര്യാദക്ക് പറഞ്ഞേ, എന്റെ ബുക്ക് ഇങ്ങോട്ട് കൊണ്ടാ. ഞാൻ തരൂലെന്ന് പറഞ്ഞാ തരൂല. അത്രക്കായ, ഇപ്പൊ കാണിച്ചു തരാം. ചേച്ചി ബുക്ക് ഇങ്ങോട്ട്. എന്റെ ബുക്ക് ഇങ്ങോട്ട് തരാനാ പറഞ്ഞേ, വേഗം തന്നോ. ഇല്ല, ഞാൻ തരൂല. അയ്യോ, എന്റെ ബുക്ക്. സോറി ചേച്ചി, എനിക്ക് പഠിക്കാൻ അച്ഛൻ വാങ്ങി തന്ന ബുക്കാ. അയ്യോ അമ്മ, എന്താ ഇവിടെ പ്രശ്നം? പാറെന്തിനാ കരയുന്നേ? അമ്മ, എന്റെ ബുക്ക്. ഒന്നെങ്കിൽ കരയി, അല്ലെങ്കിൽ കാര്യം പറ. രണ്ടും കൂടെ ആയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മ, തുമ്പി എന്റെ ബുക്ക് കീറി. ഇന്നലെ എനിക്ക് അച്ഛൻ കൊണ്ടു തന്നതാ പഠിക്കാന്. തുമ്പി, എന്തിനാടി അവളെ ബുക്ക് കീറാൻ പോയേ? അമ്മ, ഞാൻ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് കീറി പോയതാ. അല്ലമ്മേ, ചേച്ചി കള്ളം പറയാ. ചേച്ചി ബുക്ക് വലിച്ചതാ. ഈ പോയി വടി എടുത്ത് വന്നാ. ഓക്കേ. എന്റെ കാല് കുറച്ച് കൂടുന്നുണ്ട്, രണ്ടെണ്ണം തരുമ്പോൾ മാറും. അമ്മ സോറി അമ്മ. അമ്മ വടി കിട്ടിയില്ല, സ്കെയിലേ കിട്ടിയുള്ളൂ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് കൊണ്ടുവാ. അമ്മേ, അങ്ങോട്ട് മാറിക്ക്. മിണ്ടി പോകരുതായിരുന്നു. എന്റെ കള്ളക്കരിച്ചിൽ ആദ്യം ഒന്ന് മാറ്റി. വടി എടുക്കുമ്പോഴേ കരയാൻ തുടങ്ങും. രണ്ടെണ്ണം കിട്ടുമ്പോ അവിടെ മാറിക്കോളും. അമ്മ, അവനെ ഫസ്റ്റ് ബുക്ക് എടുത്ത് കളിച്ചേ. എന്നിട്ട് നിന്ന് ചിരിക്കാലേ. അമ്മ, മനുഷ്യന് 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയിൽ ഓരോന്ന് ഉണ്ടാക്കിക്കോളും.